നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. ഒരു സിനിമ 100 ദിവസം തിയേറ്ററിൽ പ്രദർശനം തുടരുക എന്നത് ഇക്കാലത്ത് തീർത്തും വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. സിനിമകൾ തമ്മിലുള്ള മത്സരങ്ങൾ പലപ്പോഴും സിനിമയെ സഹായിക്കുകയാണ് ചെയ്യാറ്. എന്നാൽ അതിനൊപ്പം അന്യഭാഷാ ചിത്രങ്ങളുടെ കടന്നുകയറ്റവും പൈറസി പ്രശ്നങ്ങളും ഒക്കെ ആകുമ്പോൾ പിടിച്ചു നിൽക്കുക അത്ര എളുപ്പമല്ല. എന്നാൽ എല്ലാ വെല്ലുവിളികളെയും മറികടന്ന് സമീപകാലത്ത് തിയേറ്ററിൽ 100 ദിവസം പൂർത്തിയാക്കിയ ചില ചിത്രങ്ങളുണ്ട്. 2016 ആ കണക്കെടുക്കുമ്പോൾ മോഹൻലാലിനെ നിവിൻ പോളി കടത്തിവെട്ടിയോ എന്നാണ് ചിലരുടെ സംശയം. തീർച്ചയായും മലയാളത്തിന്റെ അഭിമാനമായിരുന്നു പോയ വർഷം വൈശാഖ് സംവിധാനം ചെയ്ത പുലിമുരുകൻ. ഒക്ടോബർ 7 റിലീസ് ചെയ്ത പുലിമുരുകൻ തിയേറ്റർ സമരത്തെയും അതിജീവിച്ച് 120 ദിവസം പ്രദർശനം തുടർന്നു. നിവിൻ പോളിയെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ജേക്കബിന്റെ സ്വർഗരാജ്യവും 2016 100 ദിവസങ്ങളിലേറെ തിയേറ്ററിൽ പ്രദർശനം നേടിയിട്ടുണ്ട്. എറണാകുളം മൾട്ടിപ്ലക്സിൽ ചിത്രം 100 ദിവസം വിജയകരമായി പ്രദർശിപ്പിച്ചു. കളക്ഷന്റെ കാര്യത്തിലും ജേക്കബ് മുന്നിട്ടു നിന്നു. യുവത്വത്തിന്റെ കഥ പറഞ്ഞ ആനന്ദത്തിന്റെ വിജയം സിനിമാ സ്വപ്നം കാണുന്നവരെ ആനന്ദിപ്പിക്കുന്നതാണ്. മുന്നിലും പിന്നിലും പുതുമുഖ താരങ്ങൾ മാത്രം അണിനിരുന്ന ചിത്രം നിർമ്മിച്ചത് വിനീത് ശ്രീനിവാസനും. ചിത്രത്തിൽ അതിഥി താരമായി നിവിൻ പോളിയും എത്തി. എറണാകുളം മൾട്ടിപ്ലക്സിൽ ചിത്രം 100 ദിവസമാണ് പൂർത്തിയാക്കിയത്. എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിന് തുടക്കത്തിൽ ഒന്ന് പിഴച്ചെങ്കിലും പിന്നീട് കുതിച്ചോടി. കേരളത്തിലെ പല തിയേറ്ററുകളിലും ആക്ഷൻ ഹീറോ ബിജു 100 ദിവസം പൂർത്തിയാക്കിയിരുന്നു. ഇതോടെ 100 ദിവസം പൂർത്തിയാക്കിയ 3 ചിത്രങ്ങൾ നിവിൻ പോളിക്ക് 2016 ഇക്കഴിഞ്ഞ വർഷം 100 ദിവസം പൂർത്തിയാക്കിയ മോഹൻലാലിന്റെ മറ്റൊരു ചിത്രമാണ് ഒപ്പം. പ്രിയദർശന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ത്രില്ലർ ചിത്രം റിലീസ് ചെയ്തത് സെപ്റ്റംബർ 8 വ്യക്തിജീവിതത്തിലെയും ഔദ്യോഗിക ജീവിതത്തിലെയും തളർച്ചയിൽ നിന്ന് പ്രിയദർശനെ കരകയറ്റിയ ചിത്രം 100 ദിവസത്തിൽ കൂടുതലാണ് പ്രദർശന വിജയം നേടിയത്. ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.